ഹായ്, നമസ്കാരം. അതായത് അധികാരത്തിനോട്, ആഡംബരത്തിനോട്, സ്ഥാനമാനങ്ങളോട്, ആഗ്രഹങ്ങളോട്, ആഹാരത്തിനോട്, ഇതിനോടെല്ലാം നമ്മൾ കൂടുതൽ ആസക്തി വെച്ച് കഴിഞ്ഞാൽ ജീവിതം ദുരിതപൂർണമായി തീരും. അതിന് പകരം ഇതിനെയെല്ലാം മിതത്തോടു കൂടിയിട്ട് മിതമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിൽ നോക്കിയാൽ നമുക്ക് സന്തോഷം, സമാധാനമായിട്ടുള്ളൊരു ജീവിതം നമുക്ക് കിട്ടുള്ളൂ. അതായത് നമുക്കുള്ളത് നമ്മളെ തേടി വരും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ജീവിക്കാൻ ശ്രമിക്കണം. പിന്നെ ഇനിയൊരു കാര്യം, നമ്മളെ സ്നേഹിക്കുന്നവരെ നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. അതേപോലെ നമുക്ക് എതിരായിട്ട് ചിന്തിക്കുന്നവരെ, നമ്മളെ ശത്രുക്കളായി കാണുന്നവരെ നമ്മൾ മനസ്സിൽ കൂടെ വിചാരിച്ചിട്ടുണ്ടാവില്ല. കാരണം നമ്മുടെ ഉമ്മർത്ത് വന്നൊന്ന് പറയും, ബാങ്കിൽ പോയിട്ട് വരെന്ന് പറയും. അങ്ങനെയുള്ള എത്രയോ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരോടൊക്കെ എതിരിടാനുള്ള ഏറ്റവും വലിയ ആയുധം മൗനമാണ്. അവരെ മൗനം കൊണ്ട് എതിരിടാം. അല്ലാതെ അതിന് എഗെയിൻസ്റ്റായിട്ട് പകരത്തിന് പകരം ഞാനും അതേപോലെ അങ്ങനെയുള്ള ഒരു ചിന്ത വെടിഞ്ഞിട്ട് അവരുടെ മനസ്സിൽ അത്രേ വലിപ്പുള്ളൂ, അത്ര വിശാല മനസ്സല്ല, അത്രയേ ഉള്ളൂ അവർക്ക്. അത് മനസ്സിലാക്കാനുള്ള കഴിവ് എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് മൗനം പാലിക്കുക. ഇതൊക്കെ പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ പറ്റും. നന്ദി.